ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നല്ല, അതായത് കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തീരുമാനം ചെറുതായിട്ടൊന്ന് മാറി. പെട്ടെന്ന് കുട്ടികളെ ചേർത്തൊക്കെ വന്ന് പെട്ടെന്ന് ഞങ്ങൾ ഒരു പ്ലാന്റ് ബീച്ചിൽ പോയി നോമ്പറക്കാൻ. അപ്പോൾ അതിലും കോഴിക്കോട് പോകുന്ന റൂട്ടാണ് ഇവളുടെ വീട് കൊണ്ടോട്ടി. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് സാധനങ്ങൾ ഫുഡൊന്നുമല്ല, നമ്മൾ ഇരിക്കാൻ പറ്റിയ ഒരു ഷീറ്റ്, പിന്നെ പ്ലേറ്റ്, ഗ്ലാസ് കാട്ടി തരാം. അതൊക്കെ. പിന്നെ അതൊന്നല്ല, ചിലപ്പോൾ ഈ വീഡിയോയില് രണ്ടാൾക്കാർ ഒരു സർപ്രൈസ് ആയിട്ട് വരും. അത് വരുമോ ഇല്ല അറിയില്ല. ഒരൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഇഷ്ടമുണ്ടെങ്കിലല്ല, ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഒരു വരും. അത് നമുക്ക് ഏതായാലും നോക്കാം. ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഇപ്പം ഞങ്ങൾ അവിടെ വീട്ടിലെത്തിനെ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാട്ടി കൊടുത്താൽ നമുക്ക് ഇരിക്കാൻ ബെഡ്ഷീറ്റ് ഇരിക്കേണ്ടി വരുമല്ലോ. അതായത് സാധനങ്ങളൊക്കെ മണ്ണ് വെക്കുമ്പോൾ മോശമല്ലേ. ബെഡ്ഷീറ്റ് ഉണ്ട്, നമുക്ക് ഫുഡ് ഇടാൻ പറ്റിയതുണ്ട്, പാത്രം എടുത്തിട്ടുണ്ട്, ഈത്തപ്പഴം നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കുപ്പി വെള്ളമുണ്ട്, പിന്നെ വേസ്റ്റ് ഇടാൻ പറ്റിയ ഒരു കവറും. അതന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പോകുമ്പോൾ വാങ്ങും. ഓക്കെ, അപ്പോൾ പോവല്ലേ? പോവാ. നമ്മളെടുക്കാൻ പോണേ? കോഴിക്കോട് ബീച്ചിൽ പോവും. എല്ലാ സാധനങ്ങള് എന്നിട്ട് ഈ ബുക്ക് ഓളെന്തൊക്കെയാ പറയണ്ടേ. അപ്പൊ ഞങ്ങള് അങ്ങനെ പോവാണ്. അപ്പൊ അതിനൊരു ചെറിയ പ്ലാൻ ചേഞ്ച് ഉണ്ടോ? നമ്മള് ഇപ്പൊ ടൈം എത്ര? ടൈം 1:52. അപ്പൊ നിക്ക്, ഓളിങ്ങനെ വർത്താനം പറയണ്ടേ. അതെ, അപ്പൊ നമ്മളേ പ്ലാൻ ചേഞ്ച് ഉണ്ടോ? 1:52. നമുക്ക് ഹൈലൈറ്റ് കയറിയിട്ട് പോയാൽ പോലെ, മാളില് കയറിയിട്ട് നോമ്പറക്കാൻ പോവാം. അപ്പൊ ഓക്കെ, ഒരു പാട്ടടിയാ. അലിൻജോസ് അലിൻജോസോ അലിൻജോസ് അല്ലേ? അലൻജോസ് വലതും നമ്മള് ഇപ്പം ഹൈലൈറ്റിലല്ല പോണത്. എന്തോ ഒരു സീനുണ്ട്. നമ്മള് ഹൈലൈറ്റിക്കല്ല പോകാൻ. ആദ്യം നമ്മള് ഹൈലൈറ്റ് പോവുക, എന്നിട്ട് നമുക്ക് ബീച്ചിൽ പോവാം. നമ്മളെ കൂടെ ലാസി ഇല്ല കേട്ടോ. ജോയി എവിടെ കിടന്നുറങ്ങ. ഓനെവിടെ എന്റെ അനിയ ഉണ്ടായപ്പോ ഓനവിടെ നിന്നു. റാസിലുണ്ടായപ്പോഴേ ബീച്ചിക്കാന്ന് പറഞ്ഞാ അവൻ പോരും. ഓളെ പറഞ്ഞില്ല. ഞാൻ ഓൻ പോരുണ്ടോ ചോദിച്ചു. ഓൻ ഇല്ല, അവിടെ നിന്നു. പിന്നെ ഞാനും വിചാരിച്ചവിടെ നിന്നോട്ടെ, ഫുഡൊക്കെ കഴിച്ചിട്ട് മറ്റേ ടീമിന്റെ കൂടെ പോന്നോട്ടെ. ഏതായാലും ഓല് വീട്ടിൽ വരുന്നുണ്ട്. വരും, വരാതൊക്കെ വരേണ്ടതാണ്. ഉറപ്പൊന്നുമില്ലട്ടത്. ഏതായാലും ഇപ്പൊ നമ്മള് എവിടെ എത്തിയത്? കൊട്ടപ്പുറത്തി. ഇവിടെ നിന്നോണ്ട് കൊറേ പോവാന്. നമുക്ക് ഇതിലൊരു ഇതുണ്ട്, നമ്മൾ ടോളില്ലേ, ടോള് കൊടുക്കാതെ പോകാൻ പറ്റും. അത് ഓപ്പൺ ആയില്ലല്ലോ. ടോൾ ഓപ്പൺ ആയിക്കണേ, പക്ഷെ ടോള് കൊടുക്കാതെ വേറെ റൂട്ട് ഉണ്ട്. ആ റൂട്ടിലൂടെ പോകാൻ പറ്റുമോ? അതിന്റെ കാര്യങ്ങളൊക്കെ ഏതാ റൂട്ട് എന്ന് എനിക്കറിയില്ല. നമ്മള് മാപ്പില് കാണിച്ചിരുന്നു. അതായത് മാപ്പില് നമ്മളെ ടോളിന്റെ ഒരു സംഭവം ഉണ്ട്. അത് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാല് നമ്മൾ ടോളില്ലാത്ത വഴി കാണി. അപ്പൊ നമുക്കത് പോയി നോക്കാം, ആ റൂട്ട് എന്താ അവസ്ഥ. കോഴിക്കോടിനെ കുറിച്ച് എന്താ അഭിപ്രായം ഭാവന്റെ? കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ്. ഞങ്ങളെ കല്യാണം കഴിഞ്ഞ 5 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷത്തിൽ ഞങ്ങള് എണ്ണ ഇല്ല ശരിക്കും പറഞ്ഞാല് കോഴിക്കോട്. അതായത് നമ്മൾ കല്യാണം കഴിഞ്ഞ്, കല്യാണല്ല നിക്കാ കഴിഞ്ഞ അതിപ്പോ എല്ലാരതും അങ്ങനെ ആകാൻ ചാൻസ് അതറിയില്ല. മിനിമം ഒരു 90%. അതായത് നമ്മളെ കേസില്, മലപ്പുറം ജില്ലന്റെ കേസില് കോഴിക്കോട് നമ്മള് നിക്കാഹ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നമ്മള് എവിടേക്കെങ്കിലും ഒക്കെ ട്രിപ്പ് പോകും, അത് ഫസ്റ്റ് കോഴിക്കോട്. ഞങ്ങളൊരു ഊഹ അതാണ് അല്ലെ. എത്ര പെട്ടെന്നുള്ളൊരു കണക്കില്ല, കോഴിക്കോട് പോകും. അല്ലെങ്കിൽ നമുക്കൊരു സമാധാനമില്ല, സമാധാനക്കേടാണ്. ഫസ്റ്റ് ട്രിപ്പ് കൊടുക്കാൻ പറഞ്ഞാല് ഫസ്റ്റ് പറയാ കോഴിക്കോട് എന്ന് പറയാം.
പിന്നെ അതിന്റെ ലോങ് ട്രിപ്പ് ഊട്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. രസാട്ടോ. അതായത് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ആ ബീച്ച് തന്നെ ഇങ്ങനെ കുറെ നേരം ഇരുന്നാല് നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോകും. ആ തിരമാലിന്റെ കൂടെ ഒലിച്ചോട് പോയിക്കോളും. ക്ലീശയാണ്. ആയിക്കോട്ടെ. ഇനിയിപ്പോ ഫുഡൊക്കെ എപ്പോഴാ എങ്ങനെ അങ്ങനെ ഹൈലൈറ്റ് കയറി കഴിഞ്ഞിട്ടോ? ഹൈലൈറ്റിലെ ഫുഡ് ഉണ്ടല്ലോ, അവിടുന്ന് വാങ്ങിയ എന്താ അവസ്ഥ നോക്കേണ്ടി വരും. നമുക്കൊന്ന് പോയോക്കാം അവിടെ ചെന്നിട്ട് എന്താ അവസ്ഥ. ഡ്രിങ്ക്സ് ഒക്കെ എങ്ങനെ, ജ്യൂസ് ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ്? ജ്യൂസ് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് വാങ്ങാം, ബീച്ചിന്റെ സൈഡിൽ നിന്ന് വാങ്ങാം. അപ്പൊ അത് വാട്ടർ ബോട്ടിൽ അങ്ങനെ അതൊക്കെ അവിടുന്ന് കിട്ടും. പക്ഷെ വിഷയം എന്താ വെച്ചാല് ഫുഡാണ് മെയിൻ ആയിട്ടുള്ള ഫുഡ്. മന്തിയോ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും, പിന്നെ റൈസ് ആയിട്ട് മന്തി ഒക്കെ അല്ലേ? റൈസ് ആക്കല്ലേ? റൈസ് മതി. റൈസ് ആയി കഴിഞ്ഞാല് മറ്റേതൊക്കെ ആവുമ്പോ ഒരു കറി വേറെ മറ്റേ കടി വേറെ ഒക്കെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടേക്കാണ്. റൈസ് ഐറ്റംസ് മതി. അപ്പോ അത് നമുക്ക് ഹൈലൈറ്റ് കിട്ടുമോ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തോടെ അന്വേഷിക്കേണ്ടി വരും. ഈ റംസാൻ ആയതുകൊണ്ടേ ഹൈലൈറ്റിലെ എല്ലാ ഷോപ്പും തുറന്നിട്ടുള്ള ഡൗട്ടാണ്. മറ്റേ ചാലിയം ബീച്ചൊക്കെ പോയ എങ്ങനെ കാര്യം? അതായത് ഇതിപ്പോ കോഴിക്കോട് ബീച്ച് ആവുമ്പോ കോഴിക്കോട് മതി. ചാലി എന്ന് പറയുമ്പോ ബീച്ച് പറയുമ്പോ കോഴിക്കോട് ബീച്ചാണല്ലേ രസം. അതെ, ഞാൻ ചാലിയും പോയിക്കോട്. പക്ഷെ ചാലിയത്ത് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന്റെ ആ ടൈം ഞാൻ പോയത്. പിന്നെ അത് ഓപ്പൺ ആക്കിയതിന്റെ ശേഷം ഞാൻ പോയിട്ടില്ല. ഈ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോ അവിടെ ഇതൊക്കെ അല്ലേ, എന്താ പറയാ, സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടൈം. ആ ടൈം പോയി. ശരിക്കും എന്തോ ഒരു അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ കോഴിക്കോട് ബീച്ചിന്റെ അത്ര ഒരു വൈബ് ഉണ്ടോ എന്നുള്ള സെറ്റപ്പ് എനിക്കറിയില്ല. കത്തിയെടുക്കാൻ മറന്നു. അതിന്റെ അടിയിൽ കൂടെ കത്തിയോ? കത്തി നമ്മളെ സർപ്രൈസ് മെമ്പേഴ്സിനോട് കൊണ്ടുവരാൻ പറയാം. നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് വാങ്ങാം. അതേ കാര്യം എളുപ്പം. അത് കിട്ടുമല്ലോ, അതേ കാര്യം ബെറ്റർ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങാം. അവിടെ ഉണ്ടാവും. പക്ഷെ ഇതെന്ത് സംഭവം എന്ന് വെച്ചാല് ഈ റംസാൻ ആയതുകൊണ്ടേ എത്രത്തോളം കടകൾ തുറന്നു എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. അവിടെ ചെന്നാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഏതായാലും നമ്മളവിടെ എത്തി. പുളിക്കൽ കഴിഞ്ഞില്ലത് പെരിയമ്പലം, പുളിക്കൽ കഴിഞ്ഞിട്ടുള്ള പെരിയമ്പലം. അപ്പൊ അവിടെ എത്തിയിട്. ഇവിടുന്ന് കുറച്ചുണ്ട് അങ്ങട്ട്. അല്ല, അപ്പൊ മാപ്പിലുള്ളത് കാണിച്ച റൂട്ട് ഏതാന്ന് അവിടെ ഇട്ടോക്കാം, മാപ്പ് ഇട്ടോക്കാം. ഏതോ ഒരു റൂട്ട് ഉണ്ട്. ഞങ്ങള് സ്ഥിരമായിട്ട് പോകുന്നത് നമ്മള് ഹൈവേ കൂടെ അങ്ങനെ കേറിയിട്ട് ഹൈലൈറ്റ് മാള് കേറിയിട്ട് ബീച്ച് പോകലാണ്. നമ്മൾ ഇതുവരെ പോകുമ്പോ തുറന്നിട്ടില്ലല്ലോ, ഡോള് ഓപ്പൺ ആക്കിയിട്ടില്ലല്ലോ. ഇല്ല, ഇത് ഫസ്റ്റ് പ്രാവശ്യം ആണോ പോണത്? കഴിഞ്ഞ മാസമാണോ ഓപ്പൺ ആക്കിയത് ഡോള്? ആ പെരുന്നാളോ എന്തോ ഒരു ടൈമില്ലേ, കഴിഞ്ഞ മാസറ്റാണ്. കഴിഞ്ഞ മാസം ജനുവരി ഫസ്റ്റ് ആ ടൈമൊക്കെ തോന്നുന്നുണ്ട്. അന്നാണ് ഡോള് ഓപ്പൺ ആക്കി. കഴിഞ്ഞ മാസം നമ്മള് ബീച്ച് ആ ടോള് തുറക്കണതിൽ നമ്മള് കോഴിക്കോട് പോയിട്ടില്ല. അന്ന് എന്തൊക്കെയാ പരിപാടി? ലാസിന്റെ സുന്നത്ത് കല്യാണം, പിന്നെ ഫാമിലിയില് കൊറേ കല്യാണം, അങ്ങനൊക്കെ ആയിട്ട് നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. വീട്ടിലായിരുന്നു. കല്യാണം സൽക്കാരൊക്കെ അങ്ങനെ. അപ്പൊ നമുക്ക് അതിന്റെ പ്രശ്നം കിട്ടില്ല. അപ്പം ഇപ്പോഴാണ് നമ്മള് പോകും. ടോള് തുറന്നിട്ട് ആദ്യമായിട്ട് നമ്മള് പോകുന്നത്. നമ്മളിവിടെ ഇങ്ങനെ വർത്താനം പറയുമ്പോ ഒരാൾ ഇവിടെ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. മറ്റോണ്ടെങ്കിൽ ഇപ്പം ഉറക്കൊന്നും ഉണ്ടാവില്ല, ഫുൾ കച്ചറേ കാരണം. കുട്ടികളെല്ലാവരും നോക്കിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് അതന്നെ പണി. ഓരോ പ്രശ്നം തീർക്കാനേ നമുക്ക് ഒഴിവുണ്ടാവുള്ളൂ. അതായത് രണ്ടാൾക്കും ഓരോ സൈഡ് വേണം. ഒരാൾ ഒരു സൈഡിലേക്ക് ഇരുന്ന് കഴിഞ്ഞാല് മറ്റാൾക്ക് ആ സൈഡ് തന്നെ വേണ്ടി വരും. പിന്നെ ആ സൈഡ് എന്ന് പറഞ്ഞ സൈഡ് സീറ്റ്. അതിപ്പോ അത് മാത്രല്ല, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയാല് രണ്ടൊക്കെ ഒരേപോലത്തെ സാധനം വാങ്ങുള്ളൂ. കാരണം കച്ചറ ഉണ്ടാക്കും അറിയാം. എന്നാലും ഒരാള് കയ്യില് ആ സാധനം സെയിം സാധനം തന്നെ കണ്ടാല് അതിന് കച്ചറ. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്താ അവസ്ഥ. ഒരു സാധനം ഒരു മുട്ടുസൂചി ആയി കഴിഞ്ഞാലും സെയിം ഞങ്ങള് വാങ്ങണതൊക്കെ രണ്ടാൾക്കും സെയിം സാധനമേ വാങ്ങുള്ളൂ. അതായത് ഒരു മുട്ടുസൂചി ആയി കഴിഞ്ഞാലുണ്ടല്ലോ രണ്ടാൾക്കും അതേ സാധനമാണ്. അത് മുട്ടുസൂചിക്ക് ഇപ്പൊ ഏതെങ്കിലും കളർ വ്യത്യാസം ഉണ്ടാവും. ആ കളർ വ്യത്യാസം നമ്മള് നോക്കലില്ല, രണ്ട് സെയിം കളർ തന്നെ വാങ്ങുള്ളൂ. കാരണം അഥവാ കളർ എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ പിന്നെ ആ വാങ്ങണ്ടില്ല തോന്നുന്നു. ഒരു സാധനം വാങ്ങിയാൽ ടോയ്സ് വാങ്ങിയാല് അത് ഒരു ദിവസത്തിന് ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക്. വെറുതെ വാങ്ങാണ്. എന്നാലും കുട്ടികളല്ലേ, ഓരോ പ്രായത്തിലല്ലേ ഞങ്ങള് വാങ്ങും. വെറുതെ കാര്യമില്ല. അതന്നെ അതായത് വാങ്ങി കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഇതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് കുത്തിരിക്കുക. മര്യാദക്ക് കുത്തിരിക്കാൻ നമ്മള് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും.
അത് വാങ്ങിക്കൊടുത്ത പിറ്റേ ദിവസം അതുകൊണ്ട് വേറെ അടി കയറാം. ആ അടി തീർക്കാൻ ഞങ്ങളോട് നടക്കണം. അതുകൊണ്ടുണ്ടല്ലോ സാധനം വാങ്ങും, പിന്നെ അത് തട്ടും, നേരെ ഒരു അലമാര അവിടെ കൊണ്ടുപോയി. അതൊരു ഇതെന്താ വെച്ചാൽ ഇത് പല ആൾക്കാർക്കും റിലേറ്റബിൾ കയറും. നമ്മളെ ടിങ്സ് ഉള്ള ആൾക്കാർക്ക് നല്ല റിലേറ്റബിൾ കയറും. ആ ടിങ്സ് മാത്രല്ല കേട്ടോ, നമ്മള് ഈ മറ്റേ ഒരു വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ കുട്ടികൾ അങ്ങനത്തെ ഭയങ്കര ഉണ്ടാവും കേട്ടോ. കുട്ടികളെല്ലാം കുറെ ക്ഷമിക്കും. ഇതിലിപ്പോ കോഴിക്കോട് പോകണ ഇപ്പൊ നമ്മള് നോമ്പിന് നമ്മൾ ആദ്യമായിട്ടല്ലേ കോഴിക്കോട് പോകുന്നത്? കോഴിക്കോട്ടേക്ക് നോമ്പിന് ആദ്യമായിട്ടാ പോകുന്നത്. ഒരിട്ടം നമ്മൾ പോയിക്കണേ. പക്ഷെ നോമ്പുറപ്പിച്ച എനിക്ക് ഓർമ്മ ഉണ്ടോ, ഏതോ ഒരു ഹോട്ടൽ അന്വേഷിച്ചിട്ട് നോമ്പ് തുറക്കാൻ ഹോട്ടൽ കിട്ടില്ല. അല്ല അത് കഴിഞ്ഞ വർഷം മനസ്സിലായി. കഴിഞ്ഞ വർഷം തന്നെ നമ്മള് മിഠായി തെരുവക്ക് ഡ്രസ്സ് നോക്കാൻ, മിഠായി തെരുവക്ക് നമ്മള് ഈദിലുള്ള ഡ്രസ്സ് നോക്കാൻ പോയപ്പോ ഒരു കടകളും ഇല്ല. അതായത് ഒക്കെ ഉണ്ട്, കടകളൊക്കെ തുറന്നിട്ട്, പക്ഷെ അവിടെ കടകളുണ്ട്. പക്ഷെ കടകളിലെ വിഷയം എന്താ വെച്ചാല് ഫുഡ് കഴിക്കാൻ അവിടെ പറ്റൂല. ഒക്കെ എന്താ സാധനം വാങ്ങിയിട്ട് അവിടെ പുറത്ത് പോയി കഴിക്കാം, അങ്ങനെയൊക്കെ പറ്റും. പക്ഷെ അവിടെ നിന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നടന്ന് ലാസ്റ്റ് നമ്മൾക്ക് ആ ടൈമിങ്ങിന് നോമ്പ് തുറക്കാൻ പറ്റില്ല. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് കൊറേ നേരം കഴിഞ്ഞിട്ട് നമ്മള് നോമ്പ് വെള്ളം കുടിക്കാനും വെള്ളം കിട്ടിയിട്ടില്ലേ നമുക്ക്. നമ്മള് വെള്ളം അത് ഞങ്ങളത് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. നമ്മള് വെള്ളം കൊണ്ടുപോയണീനെ ഒരു കുപ്പിയില്. പക്ഷെ ബൈക്കിലാ പോകുന്നത്, അതുകൊണ്ട് നമ്മള് വാട്ടർ അങ്ങനെ വെള്ളം വാങ്ങിയിട്ടില്ല. വെള്ളം ബാഗിൽ വാങ്ങി വെച്ചാൽ മതിയല്ലോ, അത് ഞങ്ങൾ ഓർത്തിട്ടില്ല. ഏതായാലും ഫുൾ സജ്ജീകരണത്തോട് കൂടിയാ പോകുന്നത്. പ്ലേറ്റും ഗ്ലാസും ഒക്കെ എടുത്തിട്ടോ. പക്ഷെ ഇനി അവിടെ എത്തുമ്പോ എന്തൊക്കെ അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയൂല. നമ്മള് സർപ്രൈസുള്ള ആൾക്കാരൊക്കെ വിളിച്ചിക്കണേ, ഓൾക്ക് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നാണ് ഇപ്പത്തെ ഒരു ഇത്. പക്ഷെ അതൊക്കെ ഇനി എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ളത് ഒക്കെ അവിടെ എത്തി ആ ടൈം ആയി കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങള് സാധാരണ ഒരു കോഴിക്കോടക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ എന്തേലും കഴിച്ചോണ്ടേ പോകുള്ളൂ. എവിടെയാലും ഒന്ന് ഇറങ്ങും, എന്തേലും കണ്ടാ ഇറങ്ങും, അത് ഒന്ന് ട്രൈ ചെയ്യും, അത് ഇങ്ങനെ തിന്ന് പോകുള്ളൂ. ഒരു ജ്യൂസ് അടിക്കും, അല്ലെങ്കിൽ എന്തേലും വാങ്ങും കഴിക്കാന്, ചായ എന്തേലും ഒക്കെ കുടിക്കും. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്, അതും കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴേ. അപ്പൊ നമുക്ക് ടോള് കട്ട് ചെയ്തിട്ടുള്ള ഒരു മാപ്പ് ഇട്ടിട്ടുണ്ട്. ടോള് കട്ട് ചെയ്തിട്ട് 24 മിനിറ്റ്, ടോൾ കൂടെ പോവുകയാണെങ്കിൽ 16 മിനിറ്റ്. പക്ഷെ നമുക്ക് ടോള് കട്ട് ചെയ്തിട്ട് പോകാം. സ്ഥിരം പോണ ആൾക്കാർക്കൊന്നും ടോള് വേണ്ട. അതിനെത്ര 300 അപ്പ് ആൻഡ് ഡൗൺ 300 300 400 എടുത്തിട്ട് ട്രാഫിക്. ഓക്കെ, 400 അടുത്ത് വെറുതെ നമ്മൾ കൊടുക്കണം. അതിന്റെ ആവശ്യം നമുക്ക് മുതലാവൂല. ഞങ്ങൾ മാസം കോഴിക്കോട് പോകുന്നതാണ്, ഞങ്ങൾക്ക് മുതലാവില്ല. നമുക്ക് ഏതൊരു റൂട്ടയിൽ കാണിച്ചിട്ടുണ്ട്, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പോയേക്കാം. അപ്പൊ നമ്മൾ ഹൈവേ മേലെ കയറിയിട്ടാണ് നമ്മളത് ഏതോ ഒരു എക്സിറ്റ് എടുത്ത് ഇറങ്ങുകയാണ്. അത് നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം അല്ലേ. നമ്മള് ഹൈവേ കയറി രാമനാട്ടുകര ഞങ്ങൾ പറഞ്ഞു തരാം ഏതാ റൂട്ടിൽ നിന്ന്, പിന്നെ പോരുന്നവർക്ക് അങ്ങനെ പോരാലോ. അത് നല്ലൊരു ഐഡിയ. ടോളില്ലാതെ നമുക്ക് പോയേക്കാം. വേറെ റൂട്ട് ഉണ്ട് കേട്ടോ, അത് അവിടുന്ന് അതിന്റെ അടുത്ത് തന്നെ ചെറിയ ഏതൊരു ഗ്യാപ്പ് കൂടെ പോയിട്ടുള്ള റൂട്ട് ഉണ്ട്. ആ റൂട്ട് പോവാതിരിക്കാൻ നല്ലത്. ടോളിന്റെ അടുത്ത് കുറെ ആൾക്കാർ പോയിട്ട് മറ്റേ വണ്ടികളൊക്കെ കുറെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. അതവിടെ മന്ത്ലി പാസ് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളെ ഈ ഹൈവേന്റെ. അതായത് ഇതിനെന്താ ഇവിടെ എന്താ പറയാ, ഹൈവേ അതല്ല, നമ്മള് രാമനാട്ടുകരെ കൂടെ വരുമ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടോളിന് അത്രയും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളിപ്പോ ഹൈവേയിലൂടെ പോവാണ്. ബാബാ, നിനക്ക് ഓർമ്മ ഉണ്ടോ നമ്മള് പ്രഗ്നന്റ് ആയ ടൈമിൽ നമ്മള് കോളേജിൽ പോകുമ്പോ നമ്മൾ ആദ്യമായിട്ട് ഈ റൂട്ടിന് പോകുന്നത്? അന്ന് ഈ റൂട്ടൊന്നുമില്ല. അല്ല, അതായത് ഈ റോഡിലല്ലേ ഉദ്ദേശിച്ചത്. ഈ റോഡിൽ നമ്മൾ പോകുന്നതിന്റെ പണി നടക്കണ ടൈമൊക്കെ കോളേജിൽ തന്നെ കാണിച്ചിട്ടുണ്ടായി, മെഡിക്കൽ കോളേജ് കോഴിക്കോട്. ഇവൾക്ക് ടിങ്സ് ആയ ടൈം നമ്മള് ഫസ്റ്റ് കാണിച്ചത് ഇവിടെ പുളിക്കല് ഒരു ഡോക്ടറെ അടുത്തായിരുന്നു. അല്ല, ഫസ്റ്റ് നമ്മള് മലപ്പുറം അവിടെ കാണിച്ചത്. ഓക്കെ, അവിടുന്ന് കാണിച്ചു നമ്മൾ ലാസ്റ്റ് പുളിക്കല് ഡോക്ടറെ അല്ല, പുളിക്കല് ഡോക്ടറൊക്കെ മറന്നു ഞങ്ങള്. ഞാനല്ലേ കഷ്ടപ്പെട്ടത്, എനിക്കല്ലേ അറിയുള്ളൂ. നമ്മള് ഫസ്റ്റ് മലപ്പുറം കാണിച്ചു, പിന്നെ കൊണ്ടോട്ടി മേഴ്സിയില് കാണിച്ചു, പിന്നെ കൊണ്ടോട്ടി റിലീഫിലും കാണിച്ചു, പിന്നെ നമ്മള് 4ാമതായി പുളിക്കല് കാണിച്ചു.
അതും കഴിഞ്ഞിട്ടാണ് നമ്മള് 5ാമതായിട്ടാണ് നമ്മള് കോളേജിക്ക് പോണത്, മെഡിക്കൽ കോളേജിക്ക്. അത് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അപ്പൊ എനിക്ക് 5ാം മാസം ആയപ്പോ സ്റ്റിച്ച് ഇട്ടിരുന്നു. അതായത് എനിക്ക് അപ്പൊ തന്നെ വികസനം ചെറുതായിട്ടുണ്ട്, ജിംസ് ആയതുകൊണ്ട് തന്നെ ബെഡ് റെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബെഡ് റെസ്റ്റ് അധികമായിട്ട് കടന്നിട്ടൊന്നുമില്ല, അപ്പൊ തന്നെ സ്റ്റിച്ച് ഇട്ടു. പിന്നെ നമ്മള് കോളേജിക്ക് പോയി. മെഡിക്കൽ കോളേജ് ഈ റൂട്ട് കാണുമ്പോ നമുക്ക് ആദ്യം വരുന്നത് നമ്മള് ആ കോളേജിക്ക് പോണ ഓർമ്മകളെ കാണാൻ വരിക. എനിക്കുണ്ടാവില്ല, എനിക്കുണ്ടാവും. കാരണം ഞാനാണല്ലോ അതൊക്കെ അനുഭവിച്ചത്. എന്നാലും മാഷാള്ള ഒരു കുഴപ്പമില്ലാതെ സുഖപ്രസവം എന്ന് പറയാൻ പറ്റില്ല, സാധാ ഒരു മറ്റേ നോർമൽ ഡെലിവറി. അതായത് അന്ന് ഈ റോഡ് എന്ന് പറഞ്ഞാല് ഫുള്ള് ഇതാക്കിക്കൊണ്ടിരിക്കുന്ന ആ ടൈമാണ് ഇതിൽ കൂടെ നമ്മൾ പാസ് ചെയ്യണേ. വണ്ടി ഇടക്കിടക്ക് കുഴി ചാടും ഇതാക്കും. അല്ല നമ്മള് പിന്നെ നമ്മള് ഡ്രൈവിങ് മാത്രമുള്ള ഇനി ഓളാണ് ഇതൊക്കെ കഷ്ടപ്പെട്ട് കൊണ്ടുനടന്നത്. ഓക്കെ, അപ്പൊ നമ്മള് അതില് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അല്ല അതിനൊക്കെ നമ്മള് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ ഒക്കെ കഴിഞ്ഞു. ഏതായാലും നമ്മള് ഹൈവേ കടന്നിട്ടുണ്ട്. ഇനി എത്ര റൂട്ട് ഉണ്ടോ, ഇനി എത്ര ടൈം ഉണ്ടോ നോക്കിയാ മറ്റേ ഇത് നമുക്ക് പോവാൻ. ഈ ഹൈവേ റോഡൊക്കെ നല്ലത് തന്നെ, പക്ഷെ നമുക്കൊന്ന് മാപ്പ് നോക്കി അഥവാ വഴി എങ്ങനെ തെറ്റി തിരിക്കേണ്ടി വന്നാൽ ഒരു ചെറിയ പയ മതി, ഒരു 10 കിലോമീറ്റർ നമുക്ക് പോയി കിട്ടും. അതായത് ഒരു എക്സിറ്റ് ഇറങ്ങേണ്ട സ്ഥാനത്ത് നിന്ന് അത് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലോ അവിടെ ഒരു പോക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ടൊരു എങ്ങനായാലും ഒരു 10 കിലോമീറ്റർ ചുറ്റി പോകാൻ വരും. അപ്പൊ റോഡിലൊക്കെ വണ്ടി ഒന്നും ഇടിച്ചാൽ തോന്നി അതൊന്നും കിടക്കട്ടെ. അപ്പൊ അങ്ങനെയാണ് മാപ്പ് നോക്കാൻ മറക്കും. അങ്ങനെ പോയി കൊടുക്കണം ഹൈവേ കൂടെ. ഓരോ സ്ഥലത്ത് എഴുതിച്ചാണ് എക്സിറ്റിന്റെ സംഭവങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണ്. റോഡൊക്കെ സൂപ്പറാണ്, അടിപൊളി റോഡാണ്. ഈ ഒരു വിഷയം മാത്രമേ ഉള്ളല്ലേ. ആ ടോൾ ഉണ്ടല്ലോ, ആ ടോൾ ഹൈലൈറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടോള് കൊടുക്കാതെ പോകും. ഇത് വിഷയം എന്താ വെച്ചാല് നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഹൈലൈറ്റിക്ക് പോണതാ. ഹൈലൈറ്റിക്ക് നമ്മള് പോണ ആൾക്കാരായതുകൊണ്ടേ അതൊരു വിഷയം തന്നെയാണ്. മൂഞ്ചി ആഗ്രഹിച്ചു പോകുന്നതായിരുന്നു. എവിടോ മാപ്പിലിട്ടത് എന്താ സംഭവം? മാപ്പ് ചതിച്ചു ഗൈസ്. എന്തായാലും കൊടുക്കാതെ നിവർത്തിയില്ല, കൊടുക്കാതെ പോകാൻ പറ്റില്ല. അപ്പോ ഏത് ഇവിടുന്നാണോ പയച്ചത് അറിയൂല. ഞാനല്ല കേട്ടോ, നിങ്ങൾ എനിക്ക് മാപ്പ് ഇട്ടൊന്നു, ഞാൻ അതേപോലെ പറഞ്ഞു. ഏതായാലും പെട്ടു. നമുക്ക് ഇനി ടോള് കൊടുക്കാം. എല്ലാം കഴിയില്ല. അവിടെ സൈഡാക്കാൻ പറ്റുമോ? സംഭവം ആകെ പണി കിട്ടി. മാപ്പ് ചതിച്ചു. എങ്ങനെയൊക്കെ ടോള് കൊടുക്കാതെ പോരാന്ന് വിചാരിച്ചപ്പോ മാപ്പ് ടോള് കൊടുത്തേ അടങ്ങൂ. എന്താ ചെയ്യാ? ഏതായാലും പണിയായി കിട്ടി. ടോള് കൊടുക്കണം. ഫസ്റ്റ് ടോള് നമ്മളിവിടെ കൊടുക്കാൻ പോവാണ്. എത്രയാണ് എന്നുള്ളൊന്നും ഐഡിയ ഇല്ല. ഒരു ഫാസ്റ്റാഗ് ഇല്ലാത്തതുകൊണ്ട് ഇരട്ടി ചാർജ് ചെയ്യാറ് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതായാലും. അപ്പൊ ടോളില് അറഞ്ചം മുറഞ്ചം പെട്ടു. എത്ര? 260. ഇല്ല ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തരിക, അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കൊന്നുമല്ലല്ലേ. അപ്പോ എല്ലാം മൂഞ്ചി. നമ്മൾ വിചാരിച്ച പ്ലാനൊക്കെ മൂഞ്ചി. ഇപ്പൊ എത്ര കൊടുത്തത്? 260 റുപ്യ ടോളില് പോയി. ഫാസ്റ്റാഗ് ഇല്ലാത്തതുകൊണ്ടാണ്. ഫാസ്റ്റാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ 130 റുപ്യന്റെ തോന്നുന്നുണ്ടാവും. നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ ഗൂഗിൾ മാപ്പ് നോക്കാതെ ഇപ്പൊ തന്നെ കണ്ടച്ച് പോകേണ്ടി വരും. എവിടെയോ പയച്ചു. ആ മാപ്പ് ചതിച്ചതാണോ? അല്ല, മാപ്പ് ചതിച്ചതല്ല, നമ്മള് നോക്കിയില്ല ശരിക്കും. നമ്മളത് ഇങ്ങനെ വീഡിയോ എടുക്കണതിന്റെ അടിയില് അത് വിട്ടുപോയി. നമ്മളേതായാലും ഹൈലൈറ്റ് എത്താനായി. ഈ ടോള് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഹൈലൈറ്റ് കാണും. അവിടെ എന്തോ ഒരു പുതിയ ഇത് വരുന്നോ? അവിടെ മറ്റേ പുതിയ ഫ്ലാറ്റ് വന്നതൊക്കെ. അവിടെ പുതിയ ഫ്ലാറ്റോ?
സോറി, അവിടെ ഒരു ബിൽഡിങ് പണി നടക്കണ്ടത് കഴിഞ്ഞോ ചോദിച്ചതാ. അങ്ങനെ നമ്മള് ഹൈലൈറ്റിലെത്തി അല്ലപ്പാ. ആളില്ല, നോമ്പായിട്ട് ആദ്യമായിട്ട് നമ്മള് ഹൈലൈറ്റിൽ പോകണം കേട്ടോ. അങ്ങനെ ആയിരിക്കും. ഇവിടെ എന്തോ താലിയോ, ഇഫ്താർ താലിയോ, 299. ഇഫ്താറിന്റെ കൊറേ ഇതുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ, ഓഫർ. എന്തായാലും നമുക്ക് പോയോക്കാം. നമുക്ക് ഇന്നത്തേക്ക് പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. അതായത് നമ്മള് നോമ്പ് തുറക്ക് പറ്റിയത്. മാളിലെത്തി. ലാസ് ഇല്ലാത്തോണ്ട് സോയി മാത്രമേ ഉള്ളൂ, കച്ചറക്കൊന്നും ആളില്ല അല്ലേ സോയിയെ? സോയിനെ കൊണ്ടുപോകാതെ അമ്മ പോയി. ബാ കേറിക്കോട്ട്, കേറിക്കോ. ഓള് നടന്നു പോകണ്ടേ. റമദാന്റെ ഓഫറൊക്കെ കൊറേ ഉണ്ട് ഇവിടെ. നമ്മൾ ഈ സ്ഥലത്തേക്ക് ഇവിടേക്ക് കാര്യമായിട്ട് വന്നാല് നമ്മള് ഫുഡ് കോർട്ടിക്കാ പോകല്. ഇപ്രാവശ്യം നടക്കൂല. ഇതിപ്പോ ഇറങ്ങിയതാ ഹോർലിക്സിന്റെ. വെള്ളം. നമുക്കുള്ള കട്ട് ഫ്രൂട്ട്സ് കിട്ടി. എന്താണ് ഇതിലെന്തൊക്കെയാണ്? പൈനാപ്പിള്, പപ്പായ, പിന്നെ ഗ്രീൻ മുന്തിരി ഉണ്ട്, പിന്നെ ഒരു മുസമ്പി ഉണ്ട്, കുക്കുംബർ ഉണ്ട്. രണ്ടെണ്ണം മതിയോ? ഉണ്ടാവും. നമ്മള് 4 ആൾക്കാരല്ലേ ഉണ്ടാവൂലേ? പിന്നെ വേറെന്താ? വേറെ കുറെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. പിന്നെ ഒരു ഇതെടുക്കാം. ജ്യൂസ് ഇവിടുന്ന് എടുക്കണോ അതോ? ജ്യൂസ് ബീച്ചിന്റെ അവിടുന്ന് കിട്ടൂലേ? കിട്ടും. എങ്ങനെയാണ് നമുക്ക് അവിടെ നിന്ന് ഇതെടുക്കണോ? അത് നോക്കിയാ നമുക്ക്. ഇത് കാറില് വെച്ചാ ഒലിക്കുമല്ലേ? അതേ കാര്യം പ്രശ്നം. ഏത് അപ്പൊ അതൊക്കെ നോക്കിച്ചോ, നമ്മൾ പോകുമ്പോ ആ ടൈം ഇത് എടുക്കേണ്ടി വരും. ഇതിപ്പോ എടുക്കുക അതോ പോകുമ്പോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് തൂക്കി പിടിച്ച് നടക്കേണ്ടി വരും. പിന്നെ ഇങ്ങോട്ട് വരുമോ? മേലക്കൊക്കെ പോകുന്നുണ്ടോ? ഇത് മതിയോ സോയി? ഏതാ വേണ്ട പറ. ഇതോ? സോയിക്ക് കുറെ സാധനങ്ങൾ വേണം. മതിയോ? ഒക്കെ മതിയോ? കേക്ക് ജസ്റ്റ് ടീ കേക്ക് എന്നാ കൊടുത്തത്, ബേക്ക് ചെയ്തെടുത്തത്. ഇതൊക്കെ തന്നെ റെഡ് വെൽവെറ്റ്. നമ്മൾ നോമ്പ് നോറ്റോണ്ട് അധികം നോക്കാൻ പാടില്ല. പുഡിങ്. ഇത് മറ്റേ ഇത് വാനില ഷുഗർ. നോ. ഇറ്റാലിയൻ കേക്ക്. കേക്ക് ഐറ്റംസ് കുറേ ഉണ്ട്. ബ്രൗണീസ്. ഇതാ ബ്രൗണീസിലെ മറ്റേ എലൈറ്റിന്റെ ബ്രൗണി ഉണ്ടല്ലോ, 25 രൂപന്റെ ഒരു ബ്രൗണിന്റെ ആ റെഡ് കളറാണ്. അതാണ് സൂപ്പർ. അത് മറ്റേ നമ്മള് കടയിലൊക്കെ വാങ്ങാൻ കിട്ടില്ലേ, അങ്ങനത്തെ അതല്ല രസം. അപ്പൊ സോയി വാ, ഇവിടുന്ന് ഒരു 5:45 ആകുമ്പോ ഇറങ്ങും. അപ്പൊ അതിന്റെ ഈ തണുപ്പ് പോകൂല. ജ്യൂസൊക്കെ നമുക്ക് പോകുമ്പോ എടുക്കാം. പിന്നെ മന്തി അവിടെ തന്നെ ഉണ്ട്. അവിടെ നമുക്ക് മന്തി അവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായി ഇവിടുന്ന് മന്തി വാങ്ങി പോയാൽ മതി. സ്നാക്സും അവിടെ ഉണ്ടാവും. പിന്നെ സ്നാക്സ് ഉണ്ട്, സമൂസ, കട്ട്ലേറ്റ്, അതൊക്കെ. പിന്നെ അവിടുന്ന് ഫ്രൂട്ട്സും ഇതൊക്കെ ഇവിടുന്ന് തന്നെ വാങ്ങാം. എല്ലാം ഇവിടുന്ന് തന്നെ വാങ്ങാം. എന്നിട്ട് നേരെ പോയാൽ മതി. നമുക്ക് ഇങ്ങനെ നമ്മളെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് വേണമെങ്കിൽ സെലക്ട് ചെയ്താണ്ട് അങ്ങനെ എടുക്കാം നോമ്പൊക്കെ. അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. അത് എടുക്കാം. ഇവിടെ അതെന്താ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്.
പിന്നെ വിഷയം എന്ന് വെച്ചാല് തണുപ്പ് പോകും അങ്ങോട്ട് എത്തുമ്പോൾ. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. മാംഗോ നമുക്ക് ഈ ജ്യൂസ് ഐറ്റംസ് ഇല്ലേ ലാസ്റ്റ് വാങ്ങാൻ, ഒന്നെങ്കിൽ ലാസ്റ്റ് വാങ്ങാം അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് ബീച്ചിൽ തുടങ്ങി വാങ്ങാം. അങ്ങനെ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് വാങ്ങാന് അപ്പൊ വീഡിയോ എടുക്കാൻ നമ്മൾ മറന്നുപോയി. നമുക്ക് ബീച്ചിലെത്തിയിട്ട് എന്തൊക്കെയാ വാങ്ങിയെന്ന് നമ്മൾ കാണിക്കാം കേട്ടോ. ബീച്ചില് നോമ്പറക്കാൻ പറ്റിയ ഏരിയ തപ്പി ഇറങ്ങിയതാണ്. ഇവിടെ കണ്ടോ ഒട്ടകം എന്തോ സവാരിക്ക് നിർത്തിയാ തോന്നുന്നു. അവിടെ എത്തിക്കണേ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നോമ്പറക്കുള്ള സാധനങ്ങളും കൊണ്ടൊക്കെ ഞങ്ങൾ പോവാണ്. ഒരവിടെ എത്തിക്കണെന്ന് പറഞ്ഞു. ബീച്ചിൽ കുറെ ആൾക്കാരുണ്ട്, നോമ്പറക്കാൻ കുറെ ആൾക്കാരുണ്ട്. ഞങ്ങൾ പോയി നോക്കാം. ഇപ്പൊ നമ്മളെ സർപ്രൈസ് ഉണ്ടായിന്ന് പറഞ്ഞില്ലേനോ, അപ്പൊ ഓല് എത്തിട്ടോ. അപ്പൊ ഇവരാണ് നമ്മളെ രണ്ട് മൈ സിസ്റ്റർ ആൻഡ് ബ്രദർ ഇൻ ലോ. ഒരാള് മംഗലൻ, പിന്നെ പള്ളിയാളി മംഗലനും. അപ്പൊ ഒരാള് സുലു, ഒരാള് അഞ്ചത്തി. അപ്പൊ ജിതു ചിത്തു എന്നാണോ? ജിതു പല പേരുകളുണ്ട്. ഓൾ ഇത്ര നേരം പറഞ്ഞത് ജിതു, ജിത്തു, ജിതുട്ടൻ, കുട്ടൻ. എത്ര പേരാണ്? ജോട്ടനോ? പല ശരിക്കുള്ള പേരെന്തായിരുന്നു? ജിതു. അതല്ല, മറ്റേ പേര് പറയും. സുലു ക്രിഞ്ചാടി. ഹലോ എന്റെ പുന്നാരനിയൻ, എന്നോട് തെറ്റിയിരിക്കുന്ന എന്റെ പുന്നാരനിയൻ. ഇതാണ് നമ്മളെ വിഭവങ്ങള് ഒരുക്കുന്ന തിരക്കിലാണ്. ബീച്ചിൽ കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും ഇതേപോലെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ എത്തി. അവിടെ ഒരു ഫാമിലി ഉണ്ട്, ഇവിടെ ഒരു ഫാമിലി, അങ്ങനെ കുറെ ഫാമിലി. പിന്നെ അവിടെ ഒരു കൂട്ടം ഇരിക്കുന്നത് കണ്ടോ. പിന്നെ ഇവിടെ റെഡി ആയി വരുന്നുണ്ട്. ഒപ്പം ഞങ്ങളും ഇവിടെ ഇങ്ങനെ എല്ലാം റെഡി ആയിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരാണ് നമ്മൾ പുതിയ അതിഥികൾ. അത് ഇതുവിൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ജിത്തു. അപ്പോൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഫുഡ് വളമ്പി കൊടുക്കണേ. കുറച്ച് കുറേ ഇട്ട് കൊടുത്തോ, രണ്ടാൾക്ക് കിട്ടോ. എന്താ അവസ്ഥ നോക്ക് അവിടുത്തെ. അങ്ങനെ നമ്മളെ നോമ്പ് തുറ കഴിഞ്ഞ് കോഴിക്കോടത്തെ മെയിൻ പരിപാടി കുപ്പിലിട്ടത്. ഇത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് അടി ഓവർ. പിന്നെ വീട്ടിൽ പോവാ, കിടന്നുറങ്ങാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഫൈനലി നമ്മളെ പരിപാടി ഇന്നത്തെ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പുതിയ ഗസ്റ്റ് എന്ന് പറഞ്ഞത് ഓല് കുറച്ചേരം നിന്നപ്പോൾ ഇതിന് ഓര് പോയി. ഓല് നമ്മൾ അധികം വെയിറ്റ് ചെയ്യിപ്പിച്ചത് മോശമല്ലേ. അപ്പോൾ ഓല് അങ്ങനെ പോലെ അങ്ങോട്ട് പോയി. പിന്നെന്താ വെച്ചാല് പരിപാടിയൊക്കെ ഉഷാറായി. അപ്പോ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി വീട്ടിൽ പോയി കിടക്കുക, വയറ് ഓക്കെ സെറ്റായി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ.